നമസ്കാരം, BCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിയമങ്ങൾ ലംഘിച്ച് ജനവാസ മേഖലയിലൂടെ അമിതഭാരം കയറ്റിപ്പായുന്ന ടോറസ് ലോറികൾക്കെതിരെ വറോട്ടൂരിൽ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. ദേശമംഗലത്തെ സ്വകാര്യ പാറമടയിൽ നിന്നുള്ള ലോറികൾ നാട്ടുകാർ തടഞ്ഞു. വാഹനങ്ങൾ റോഡ് തകർക്കുന്നതിനും മേഖലയിൽ പൊടിപടലങ്ങൾ ഉയരുന്നതിനും കാരണമാകുന്നതിനെതിരെയാണ് നാട്ടുകാർ വാഹനങ്ങൾ തടഞ്ഞത്. സഞ്ചരിക്കാൻ അനുമതിയില്ലാത്ത റോഡിലൂടെയാണ് സർവീസ് നടത്തുന്നതെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. തുടർന്ന് നടന്ന ചർച്ചയിൽ അന്തിമ തീരുമാനമാകും വരെ വലിയ വാഹനങ്ങളുടെ സഞ്ചാരം നിർത്തിവെക്കാൻ തീരുമാനിച്ചു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ മുണ്ടൂർ മുതൽ പുറ്റക്കര വരെയുള്ള ഭാഗത്തെ കുപ്പിക്കഴുത്ത് ഒഴിവാക്കി 4 വരി പാതയാക്കുന്നതിനായി ഭൂമി ഏറ്റെടുത്ത് കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങി. ഭൂമി ഏറ്റെടുക്കുന്നതിനായി സംസ്ഥാന സർക്കാർ 25.57 കോടി രൂപ അനുവദിച്ചു. 177 സെന്റ് ഭൂമിയാണ് പദ്ധതിക്കായി ഏറ്റെടുക്കുന്നത്. കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതെന്ന് വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി. ചെറുതുരുത്തിയിൽ അതിർത്തി വേലിയിൽ നിന്ന് ഷോക്കേറ്റ് 2 വീട്ടമ്മമാർക്ക് പരിക്ക്. കൈപ്പഞ്ചേരി സ്വദേശികളായ ജാനകി, പാഞ്ചാലി എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൂച്ചയെ തട്ടിമാറ്റുന്നതിനിടെ ജാനകിയുടെ കൈ വേലിയിൽ തട്ടിയതോടെയാണ് അപകടമുണ്ടായത്. പരിശോധനയിൽ സമീപത്തെ വീട്ടുകാർ അതിർത്തി വേലിയിൽ വൈദ്യുതി വയർ ഘടിപ്പിച്ചതായി കണ്ടെത്തി. KSB ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കുട്ടികൾ സ്ഥിരമായി കളിക്കുന്ന സ്ഥലമായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായതെന്ന് നാട്ടുകാർ. പന്നിത്തടം സെന്ററിൽ തുടർച്ചയായി 2ാം ദിവസവും അപകടം. ബസ്സും കാറും കൂട്ടിയിടിച്ച് കാസർഗോഡ് സ്വദേശികളായ 6 പേർക്ക് പരിക്ക്. രാവിലെ 7 മണിക്ക് തുടങ്ങുന്ന സിഗ്നൽ പ്രവർത്തനത്തിന് തൊട്ടു മുമ്പായി 6:59 അപകടം. സിഗ്നൽ ലൈറ്റുകൾ 24 മണിക്കൂറാക്കി മാറ്റണമെന്ന് ആവശ്യം.